ഓക്കെ, ഇത് ഡിസ്ഹോണസ്റ്റ് ഡീലിംഗ് ബേസ് ചെയ്തിട്ട് EGL ടാറ്റൂവിന് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പുതിയ പാറ്റേൺ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഡിസ്ഹോണസ്റ്റ് ഡീലർ ആണെങ്കിൽ ആദ്യമേ അയാളുടെ ഗുഡ്സിന്റെ 50% വില കൂട്ടി വെക്കുന്നു. അതിനുശേഷം ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നു 20%. ഓക്കെ, ഇത് കൂടാതെ വെയിറ്റില് ഫോൾട്ട് കാണിക്കുന്നത്. അതാണെങ്കിൽ 1 കിലോ റീഡ് ചെയ്യേണ്ട 900 റീഡ് ചെയ്യേണ്ടടുത്ത് 1 കിലോ കാണിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഇവിടെ പുള്ളി പറ്റിച്ചു, പിന്നെ ഡിസ്കൗണ്ട് കൊടുത്തു, ഇവിടെ വീണ്ടും പറ്റിച്ചു. അപ്പൊ നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇനീഷ്യൽ വാല്യൂ 100 എടുക്കുന്നത്, ഇവിടെ 100 എടുക്കും. ഇനി അതിനുശേഷം 50% എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 1/2 ആണ്. അപ്പൊ ഇത് മാർക്കപ്പ് ചെയ്യുവാണ്. അതിനർത്ഥം 2 രൂപയുള്ള ഒരാൾക്ക് 1 രൂപ കൂട്ടി 3 രൂപയ്ക്ക് വിൽക്കണമെന്നാണ്. അപ്പൊ ഇങ്ങനെ എഴുതും. പൈപ്പ് ലൈൻ മെത്തേഡ് നമ്മൾ ഇതിന് പറയും. ദെൻ അടുത്ത 20% ഡിസ്കൗണ്ട്. 20% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 1/5 ആണ്. ആ ഡിസ്കൗണ്ട് ആയതുകൊണ്ട് തന്നെ 5 രൂപയുള്ള ഒരു ഐറ്റം 1 രൂപ കുറച്ച് 4 രൂപയ്ക്ക് വിൽക്കണം എന്നാണ് അതിന്റെ മീനിങ്. ഇനി വെയിറ്റിൽ ഫോൾട്ട് കാണിച്ചു. അതായത് അയാൾ 1000 ഗ്രാം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് 900 ഗ്രാമാണ്. 1000 ഗ്രാം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് 900 ഗ്രാമാണ്. അല്ലെങ്കിൽ 1000ന്റെ പൈസ വാങ്ങിക്കും, എന്നിട്ട് 900 കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. പ്രോഫിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് എഴുതേണ്ടത്. ഇനി എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യുന്നില്ല, മാക്സിമം ക്യാൻസൽ ചെയ്ത് കളയും. ഓക്കെ, 5 × 2 10, ഇതിലൊരു 0 പോയി. അപ്പോൾ ബാക്കി പോയിട്ട് 3 × 4 × 100/9. 100/9 എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് 11.111 എഴുതാം. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 133.33 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനിഷ്യലി 100 കൺസിഡർ ചെയ്തത് ടോട്ടൽ ഇനിഷ്യൽ പ്രൈസ്. അപ്പോൾ ഇപ്പൊ കിട്ടുന്നത് 133.33, അതായത് 33.333 ലാഭമായിരിക്കും. ഇത് നമുക്ക് ആക്ച്വലി ഈ 11.1 കൺസിഡർ ചെയ്യാതെ 11 എടുത്ത് ചെയ്താലും തെറ്റില്ല. കാരണം ഇവിടുത്തെ ഓപ്ഷനുകൾ ഒന്ന് 33 ഉണ്ട്, 36 ഉണ്ട്, 24 ഉണ്ട്, 27 ഉണ്ട്. അത്ര ക്ലോസ് അല്ല. സോ ഇത് 11 എടുത്തിട്ട് 100/9 11 കൺസിഡർ ചെയ്തിട്ട് 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 132ന്റെ അടുപ്പിച്ച് വരും. ഏതായാലും 132നേക്കാളും കൂടുതലാണ് വരുന്നതെന്നറിയാം. അങ്ങനെ ചെയ്തിട്ട് 33 ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. ഏതായാലും ഇതിന്റെ ഫൈനൽ ആൻസർ 33 ആണ് വരുന്നത്.